ചേച്ചി ചേച്ചി താങ്ക്സ് ചേച്ചി. അവസാനം എന്നെ രക്ഷിക്കാൻ ചേച്ചി തന്നെ വന്നല്ലോ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ചേച്ചിക്ക് ബോധ്യമായല്ലോ. പ്രിയങ്ക, ഇങ്ങനൊരു ചേച്ചിയെ കിട്ടാൻ നീ പുണ്യം ചെയ്യണം. പ്രിയങ്കയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ആരാണെന്ന് നിനക്കറിയോ? അഡ്വക്കേറ്റ് ഗൗതമൻ. സാധാരണഗതിയിൽ ഇത്തരം കേസുകൾക്കൊന്നും അദ്ദേഹം അപ്പിയർ ചെയ്യാറില്ല. പിന്നെ രാധിക കരഞ്ഞു പറഞ്ഞതുകൊണ്ട് പ്രിയങ്കയെ രക്ഷിച്ചേ പറ്റൂ എന്നതുകൊണ്ട് ഞാനാണ് അഡ്വക്കേറ്റ് ഗൗതമനെ ഏർപ്പാട് ചെയ്തത്. താങ്ക് യു മാഡം. ഹേയ്, ആ ഒരു നന്ദി വാചകത്തിനേക്കാൾ പ്രിയങ്ക മനസ്സിരുത്തി ചിന്തിക്കണം. ഈ സംഭവത്തിലെ യാഥാർത്ഥ്യം പ്രിയങ്കയ്ക്ക് മാത്രമാണ് അറിയാവുന്നത്. രാധിക നിന്നോട് കാണിക്കുന്ന സ്നേഹം സത്യമാണ്. അത് തിരിച്ചു കൊടുക്കാൻ പ്രിയങ്കയ്ക്ക് പറ്റണം. മനസ്സിലായോ? മോളെ, മോളെ, മുത്തശ്ശി അവസാനം സത്യം ജയിച്ചല്ലോ. അത് തെറ്റാണ്. ജയിച്ചത് രാധികയാണ്. ഇത്രയും വലിയ അപകടം സംഭവിച്ചിട്ടും വേണ്ടപ്പെട്ടവരെ രക്ഷിക്കാൻ കാണിക്കുന്ന ഈ കുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അത് മുത്തശ്ശി പേരുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ഇനിയെങ്കിലും പ്രിയങ്കയുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ കുത്തി നിറയ്ക്കരുത്. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നിങ്ങളുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. നിങ്ങളെ ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരോട് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്. ഈ നിൽക്കുന്ന രാധികയുണ്ടല്ലോ, എൻ്റെ മകൾ. രാധികയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇനി ഏതെങ്കിലും രീതിയിൽ രാധികയെ ദ്രോഹിക്കാൻ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചാൽ ഒരു വിട്ടുവീഴ്ചയും എൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കണം.